കൂറ്റനാട് ആലിക്കരയിലെ ആ ഇടവഴികളിലൂടെ എന്നും പോയിരുന്ന ഒരു പെട്ടിയോട്ടോയുണ്ട്. ആ വാഹനത്തിന്റെ മുന്നിൽ വലിയ അക്ഷരത്തിൽ എഴുതിയ പേര് ഹൈസിൻ എന്നായിരുന്നു. ഒരു പിതാവ് തന്റെ മകനോടുള്ള സ്നേഹം കൊണ്ട് എഴുതിവെച്ച പേര്. തന്റെ പേര് ആ വാഹനത്തിന് മുകളിൽ കാണുമ്പോൾ വിടർന്നിരുന്ന ആ 6 വയസ്സുകാരന്റെ ചിരി ഇന്ന് ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ വിങ്ങലായി മാറിയിരിക്കുകയാണ്. വിധി അത്രമേൽ ക്രൂരമായി ആ കുഞ്ഞു ജീവനെ തട്ടിയെടുത്തു. കഴിഞ്ഞ ദിവസം ചാലിശ്ശേരി ആലിക്കരയിൽ നിന്നും കേട്ട വാർത്ത നെഞ്ചുലയ്ക്കുന്നതാണ്. ചാലിശ്ശേരി GLP സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥി മുഹമ്മദ് ഹൈസിൻ. പിതാവ് ഹനീഫയ്ക്ക് അവൻ വെറുമൊരു മകൻ മാത്രമായിരുന്നില്ല, നിഴൽ പോലെ എപ്പോഴും കൂടെയുണ്ടായിരുന്ന ഒരു ചങ്ങാതിയായിരുന്നു അവൻ. സ്കൂളില്ലാത്ത നേരങ്ങളിൽ ഉപ്പയുടെ പെട്ടിയോട്ടോയുടെ മുൻസീറ്റിൽ ഹൈസിൻ ഉണ്ടാകും. ഹൈസിൻ ഉപ്പയോടൊപ്പം മീൻ പിടിക്കാൻ പോകുന്നതും ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നതും ഒക്കെ ആ നാട്ടുകാർക്ക് പതിവ് കാഴ്ചയായിരുന്നു. ഉപ്പയും അവനും അത്രമേൽ കൂട്ടായിരുന്നു. ഓട്ടോ ഓടിക്കുമ്പോൾ അരികിലായിരുന്ന മകനെ നോക്കി ഹനീഫ അഭിമാനത്തോടെ കരുതിയിട്ടുണ്ടാകും തന്റെ വിയർപ്പിന് താങ്ങായി അവൻ വളർന്നു വരുമെന്ന്. ഒഴിവു സമയങ്ങളിൽ അടുത്തുള്ള പറമ്പിൽ ഉപ്പയ്ക്കൊപ്പം ക്രിക്കറ്റ് കളിക്കുമ്പോൾ ആവേശം കൊണ്ടിരുന്ന ആ കുഞ്ഞു പാദങ്ങൾ ഇന്ന് നിശ്ചലമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാവിലെയും പതിവ് പോലെ ഉപ്പയ്ക്കൊപ്പം സന്തോഷത്തോടെയാണ് ഹൈസിൻ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ഉപ്പയോടൊപ്പം മീൻ പിടിക്കാനുള്ള പോക്കായിരുന്നു അത്. പക്ഷേ വിധി ഒരു തുറന്ന വാതിലിന്റെ രൂപത്തിൽ ആ കുടുംബത്തെ പരീക്ഷിക്കുമെന്ന് ആരും കരുതിയില്ല. ഓടിക്കൊണ്ടിരുന്ന ഓട്ടോയുടെ വാതിൽ അപ്രതീക്ഷിതമായി തുറക്കുകയും കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ഹൈസിൻ റോഡിലേക്ക് തെറിച്ചു വീഴുകയുമായിരുന്നു. തന്റെ കൺമുന്നിൽ റോഡിലേക്ക് വീണ മകനെ പിടിക്കാൻ ആ പിതാവ് ആഞ്ഞു ശ്രമിച്ചു. പക്ഷേ നിയന്ത്രണം വിട്ട വാഹനത്തിന്റെ പിൻചക്രങ്ങൾ ആ പിഞ്ച് ശരീരത്തിലൂടെ കയറിയിറങ്ങി. ആ നിമിഷം ആ പിതാവ് ഉയർത്തിയ നിലവിളി കണ്ടുനിന്നവരുടെ ഉള്ളു പൊള്ളിക്കുന്നതായിരുന്നു. ചോരയിൽ കുളിച്ച മകനെ വാരിയെടുത്ത് പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിലേക്ക് കുതിക്കുമ്പോഴും അവൻ മടങ്ങി വരുമെന്ന് ആ ഉപ്പ കരുതിയിട്ടുണ്ടാകും. പക്ഷേ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ആ കുഞ്ഞു പ്രാണൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. 8ാം ക്ലാസ്സുകാരി ഇസാനയ്ക്കും 2ാം ക്ലാസ്സുകാരി ഹസ്നയ്ക്കും തങ്ങളുടെ കുഞ്ഞനിയൻ ഇനി ഒരിക്കലും തിരിച്ചുവരില്ലെന്ന സത്യം ഇതുവരെയും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. ഉമ്മ ഹസീനയുടെ വേദനയും വാക്കുകൾക്കതീതമാണ്. 2 പെൺകുഞ്ഞുങ്ങൾക്കു താഴെ ഒരു കുഞ്ഞനുജൻ കൂടി പിറന്നതോടെ ആ വീട് സ്വർഗമായി മാറിയിരുന്നു. പക്ഷേ എല്ലാ സന്തോഷങ്ങളും കെട്ടടങ്ങിയത് നിമിഷ നേരം കൊണ്ടാണ്. നാട്ടിലെ മുഴുവൻ പണികൾക്കും ഓടിയെത്തുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട ഹനീഫയുടെ ജീവിതത്തിൽ ഇത്ര വലിയൊരു ദുരന്തം എന്തിനായിരുന്നുവെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ആ പെട്ടിയോട്ടോ ഇനി ആ വഴിയിലൂടെ പോകുമ്പോൾ അതിനു മുകളിലെ ഹൈസിൻ എന്ന പേര് കാണുമ്പോൾ ആലിക്കരക്കാരുടെ കണ്ണ് നിറയും. ആ ക്യാബിനിലെ കുസൃതി ചിരി മാഞ്ഞുപോയിരിക്കുന്നു. ഉപ്പയുടെ യാത്രകളിൽ തുണയാകാൻ ആ കൊച്ചു കൂട്ടുകാരൻ ഇനിയുണ്ടാകില്ല. ഒരു നിമിഷത്തെ അശ്രദ്ധയോ അല്ലെങ്കിൽ വിധിയുടെ ക്രൂരതയോ എന്തുതന്നെയായാലും നഷ്ടപ്പെട്ടത് ഒരു കുടുംബത്തിന്റെ വെളിച്ചമാണ്. ഹൈസിൻ, നിന്റെ പേര് ആ വാഹനത്തിൽ ഉള്ളിടത്തോളം കാലം നീ മരിച്ചിട്ടില്ല. നീ എന്നും എല്ലാവരുടെയും മനസ്സിൽ ഒരു നോവുള്ള ഓർമ്മയായി ജീവിക്കും. കൂടാതെ ആ കുടുംബത്തിന് ഈ ദുഃഖം താങ്ങാനുള്ള കരുത്ത് ലഭിക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.